ഒരിക്കൽ ഒരു പെയിൻറിംഗ് മത്സരം നടക്കുകയായിരുന്നു. വളരെ ഉയർന്ന ഒരു തുകയായിരുന്നു വിജയിക്കായി സംഘാടകർ പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ചിത്രകാരന്മാർ മത്സരിക്കാൻ എത്തിയിരുന്നു. വരയ്ക്കേണ്ട ചിത്രത്തിൻ്റെ വിഷയം സംഘാടകർ പ്രഖ്യാപിച്ചു. ഏറ്റവും ശാന്തമായ അവസ്ഥ എന്നായിരുന്നു വിഷയം. ചിത്രകാരന്മാർ തങ്ങളുടെ ഏറ്റവും മികച്ച ചിത്രം ഒരുക്കുവാനുള്ള പ്രയത്നം ആരംഭിച്ചു. ഒടുവിൽ വിജയിയെ പ്രഖ്യാപിക്കാനുള്ള ദിവസം വന്നെത്തി. ചിത്രകാരന്മാർ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം തുടങ്ങി. മഞ്ഞു മൂടിയ പ്രഭാതങ്ങളും മനോഹരമായ താഴ്വരകളും മലനിരകളും കളകളാരവം മുഴക്കി ഒഴുകുന്ന അരുവികളുമൊക്കെ ചിത്രകാരന്മാരുടെ ഭാവനയിൽ ക്യാൻവാസുകളിൽ സൂക്ഷ്മതയോടെ പതിച്ചു വച്ചിരിക്കുന്നു. ഫലപ്രഖ്യാപനത്തിന് സമയമായി. എല്ലാവരും ആകാംക്ഷാഭരിതരായി വിജയിയെ കാത്തിരുന്നു. മത്സരത്തിൽ വിജയിച്ച ചിത്രം പ്രദർശിപ്പിക്കാൻ പോകുന്നതായി സംഘാടകരുടെ അറിയിപ്പ് വന്നു. സദസ്സിൽ നിന്ന് നീണ്ട കയ്യടി ഉയർന്നു. ഒന്നാം സ്ഥാനത്തിന് അർഹമായ ചിത്രം സദസ്സിന് മുൻപാകെ പ്രദർശിപ്പിച്ചു. പെട്ടെന്ന് കയ്യടികൾ നിലച്ചു. സദസ്സ് മൂകമായി. ചിത്രകാരന്മാർ അമ്പരന്നുകൊണ്ട് പരസ്പരം നോക്കി. സംഘാടകർക്ക് എന്തോ തെറ്റുപറ്റിയതാകും എന്ന സംശയം എല്ലാവർക്കും ഉണ്ടായി. കാരണം ആ ചിത്രം അങ്ങനെയായിരുന്നു. ഇരുണ്ടു മൂടിയ ആകാശം, ആർത്തലച്ചു പെയ്യാൻ വെമ്പി നിൽക്കുന്ന കാർമേഘങ്ങൾ, ഭയമുളവാക്കുന്ന മിന്നൽ പിണരുകൾ, ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ്, ഇങ്ങനെയൊക്കെയായിരുന്നു ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. ചിത്രകാരന്മാർ ഒന്നടങ്കം സംഘാടകരെ വളഞ്ഞു. അവർ ചോദിച്ചു, നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണോ? ഏറ്റവും ശാന്തമായ അവസ്ഥ എന്ന വിഷയത്തെ ആസ്പദമാക്കി വരച്ച ചിത്രത്തിൽ പ്രക്ഷുബ്ധമായ പ്രകൃതിയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അതെങ്ങനെ ഏറ്റവും നല്ല ചിത്രമാകും? മുഖ്യ സംഘാടകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാം ദയവായി ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. ഇത്രയും പ്രക്ഷുബ്ധമായ പ്രകൃതിയെ വരച്ചു വെച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതിൽ വരച്ചു വെച്ചിരിക്കുന്ന ആ കൃഷിയിടത്തിലേക്ക് നോക്കൂ. പ്രകൃതിയുടെ പ്രക്ഷുബ്ധാവസ്ഥകൾ ഒന്നും ബാധിക്കാതെ ആ കൃഷിസ്ഥലം ഉഴുതുകൊണ്ടിരിക്കുന്ന കർഷകനെ കണ്ടോ? അയാളുടെ മുഖത്തെ തേജസ്സും ആത്മവിശ്വാസവും ശാന്തതയും കണ്ടോ? പ്രകൃതി ഇത്രയ്ക്കും ക്ഷോഭിച്ചു നിന്നിട്ടും അതിൽ പതറാതെ തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുന്ന കർഷകൻ്റെ ശാന്തമായ മുഖമാണ് ഈ ചിത്രത്തെ സമ്മാനത്തിന് അർഹമാക്കിയത്. നമ്മുടെയൊക്കെ ജീവിതവും ഇതുപോലൊക്കെ തന്നെയാണ്. ചിലപ്പോൾ കാർമേഘങ്ങൾ കൊണ്ട് മൂടും, ഇടിമിന്നലുകൾ കൊണ്ട് നമ്മെ ആക്രമിക്കും, പേമാരി കൊണ്ട് നമ്മെ കരയിപ്പിക്കും. അത് താങ്ങാൻ കഴിയാതെ പലരും ജീവിതം അവസാനിപ്പിക്കും. പക്ഷേ ആത്മവിശ്വാസത്തോടെ ശാന്തമായി ഏതു പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് നടക്കുന്നവർ ജീവിതത്തിൽ എവിടെയും വിജയിക്കും.